ഓട്ടുപാറ സെന്ററിൽ സ്വകാര്യ ബസ്സിടിച്ച് കാൽനടയാത്രികനായ വയോധികൻ മരിച്ചു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവം. കുമരനെല്ലൂർ സ്വദേശി പുത്തൻവീട്ടിൽ രാമനാണ് മരിച്ചത്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപമാണ് അപകടം നടന്നത്. ഷൊർണൂർ ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ബസ് സമാന ദിശയിൽ സഞ്ചരിച്ചിരുന്ന ഒരു ടോറസ് ലോറിയെ മറികടക്കുന്നതിനിടയിൽ കാൽനടയാത്രികനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. അപകടത്തിൽപ്പെട്ട് ഗുരുതര പരിക്കേറ്റ വയോധികനെ ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടമുണ്ടാക്കിയ സ്വകാര്യ ബസ്സും ബസ് ജീവനക്കാരനെയും വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബസ് അമിത വേഗതയിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളായ നാട്ടുകാർ പറയുന്നത്. വടക്കാഞ്ചേരിയിലേക്ക് വരുന്ന സമയത്താണ് ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഈ ബസ് ഒരാളെ കാണാനിടയായത്. വളരെ ദാരുണമായ അവസ്ഥയാണ്. കാരണം ബസ്സുകാർ ഒരു നോട്ടവും ഇല്ലാതെ വേറൊരു അവിടെ കിടക്കുന്ന ഒരു വലിയ വാഹനത്തിനെ ഓവർടേക്ക് വരുമ്പോഴാണ് ഈ കാൽനട യാത്രക്കാരനെ ബസ് ഇടിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാനൊക്കെ അപ്പം തന്നെ ഇടപെട്ട അവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി വളരെ രീതിയിൽ ഇടപെട്ടാണ് ഈ ആളെ ആശുപത്രി കൊണ്ടുപോകാൻ നടപടികളൊക്കെ ചെയ്ത്. ബസ്സുകാർ ആ സമയത്ത് ഈ പരിക്ക് പറ്റി രക്തം മാറി നടക്കുന്ന ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്ന് പറയുന്ന സാമാന്യ മര്യാദ പോലും ബസ്സുകാർ കാണിച്ചില്ല. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയിടയിൽ ഇത് 3ാമത്തെ ഇൻസിഡൻ്റാണ് ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവണേ. 4 ദിവസം മുന്നേ ആണ് അകമലുള്ള അനിൽകുമാർ എന്ന് പറഞ്ഞ ആളുടെ കാലിൻ്റെ മുകളിൽ കൂടി ബസ് കയറി കാലൊടിഞ്ഞ് തൂങ്ങിയ അവസ്ഥയുണ്ടായി. അതിന് തൊട്ട് മുന്നെയാണ് ഓട്ടുപാറ നല്ല ഒരു യൂണിയൻ തൊഴിൽ ചെയ്യുന്ന ഹംസ എന്ന് പറഞ്ഞ ചുള്ളിക്കാടുള്ള ആളെ ബസ് യാത്രയ്ക്ക് ഇടയിൽ ഇറങ്ങണതിന് തൊട്ട് മുമ്പ് ബസ് എടുത്ത് തലയടിച്ച് വീണ് അയാൾ 10-15 ദിവസമാണ് തൃശ്ശൂർ ഹോസ്പിറ്റലിൽ അബോധാവസ്ഥയിൽ കിടന്നത്. ഓട്ടുപാറയിൽ ഈ ബസ് മരണപ്പാച്ചിൽ അത് ശ്രദ്ധിക്കാൻ ആളില്ല, ഉദ്യോഗസ്ഥന്മാരില്ല, പോലീസ് ഇടപെടുന്നില്ല, ബന്ധപ്പെട്ട RTO ഇടപെടുന്നില്ല. ജനങ്ങൾക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.